നമസ്കാരം, ഏവർക്കും ബേസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ ചന്ദ്രശേഖരൻ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സംസ്ഥാന പുനഃസംഘടന, സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. സംസ്ഥാന പുനഃസംഘടന എന്ന ടോപ്പിൽ കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലെ ഭരണപരമായ യൂണിറ്റുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ മാപ്പ്, ആ ഇന്ത്യ എന്ന ഭൂപ്രദേശം ലോക രാജ്യങ്ങളിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന, വലുപ്പത്തിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ എന്ന രാജ്യം. ഓക്കെ, അപ്പോൾ ആ രാജ്യത്തെ ഭരണ സംവിധാനം ക്രമീകരിക്കാൻ വേണ്ടി ഭരണപരമായിട്ട് ചില യൂണിറ്റുകളെ തിരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഘടനാ പ്രകാരം ഭരണപരമായ യൂണിറ്റുകളെ തിരിച്ചിട്ടുണ്ട്. പ്രധാനമായും 3ആയിട്ടാണ്. 1 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 3 ആർജിത പ്രദേശങ്ങൾ. ഇന്ത്യ കാലാകാലങ്ങളിൽ അക്വയർ ചെയ്യുന്ന പ്രദേശങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഭരണപരമായ ഭരണഘടനാ പ്രകാരം ഭരണപരമായുള്ള ഇന്ത്യയുടെ 3 ഡിവിഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകൾ, ഭരണപരമായ യൂണിറ്റുകൾ. ഇപ്പോൾ ചില പ്രദേശങ്ങൾ സംസ്ഥാനം എന്ന പേരിലാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നത്. ചില പ്രദേശങ്ങൾ കേന്ദ്രഭരണ പ്രദേശം എന്ന പേരിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നു. എന്താ പറഞ്ഞാൽ, ഇന്ത്യയിലെ കേരളം ഉൾപ്പെടെയുള്ള 28 പ്രദേശങ്ങൾ സംസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ സംസ്ഥാനം എന്ന വാക്ക് ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു ഭരണപരമായ യൂണിറ്റാണ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റാണ്. അങ്ങനെ 28 എണ്ണം. ഇതുകൂടാതെ ഒരു യൂണിറ്റാണ് യൂണിയൻ ടെറിട്ടറി അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇതുകൂടാതെ ഒന്നുമുണ്ട്, അതാണ് ആർജിത പ്രദേശങ്ങൾ, അക്വയർ ചെയ്യുന്ന പ്രദേശങ്ങൾ. ഇന്ത്യൻ ഭരണനിലെ ആർട്ടിക്കിൾ 1 പ്രകാരം ഇന്ത്യ എന്ന രാജ്യത്തെ ഭരണപരമായി 3 യൂണിറ്റുകളെ ഡിവൈഡ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, എന്നാൽ ഈ ഒരു അവസ്ഥ ആയിരുന്നില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പിട്ട്, അല്ലെ ഇന്ത്യൻ ഭരണ നിലവിൽ വരുന്നതിന് മുമ്പിട്ട്. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്താൻ വേണ്ടി, നിലവിൽ ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണ പ്രകാരമുള്ള ഭരണ സംവിധാനത്തിന്റെ അറേഞ്ച്മെന്റാണ് ഈ പറഞ്ഞേക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി അവർ അന്ന് പ്രധാനമായി 2 ഭരണപരമായ പ്രദേശങ്ങൾ തിരിച്ചിരുന്നു. നിലവിൽ ഇന്ത്യക്ക് ഇന്ന് 3 ഭരണപരമായ പ്രദേശങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രധാനമായി 2 ഭരണപരമായ പ്രദേശങ്ങൾ. അതിൽ നമ്പർ 1 പ്രവിശ്യകൾ എന്നാണ്. ഓക്കെ. നമ്പർ 2 നാട്ടുരാജ്യങ്ങൾ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട ഭരണപരമായ യൂണിറ്റുകൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റാണ് ബ്രിട്ടീഷ് പ്രൊവിൻസ് അഥവാ ബ്രിട്ടീഷ് പ്രവിശ്യകൾ, പ്രിൻസ്ലി സ്റ്റേറ്റ് അഥവാ നാട്ടുരാജ്യങ്ങൾ. അപ്പൊ ഈ പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളുമാണ് ഇന്ന് കാണുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ ആയി മാറിയത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ബ്രിട്ടീഷ് പ്രവിശ്യകള് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതിന് എളുപ്പത്തിനായി അവർ വീണ്ടും 2ആയി ഡിവൈഡ് ചെയ്തു. ഗവർണറുടെ പ്രവിശ്യകൾ, ഗവർണേഴ്സ് പ്രൊവിൻസ്, ഗവർണറുടെ പ്രവിശ്യകൾ. അടുത്ത ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യകൾ, ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ്. പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ഇന്ത്യയിൽ 2 ഭരണപരമായ പ്രദേശങ്ങൾ, ബ്രിട്ടീഷ് പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും. എന്നാൽ ഈ ബ്രിട്ടീഷ് പ്രവിശ്യകളെ വീണ്ടും 2ആയി തിരിച്ചിരുന്നു, ഗവർണറുടെ പ്രവിശ്യകളെന്നും ചീഫ് കമ്മീഷണർ പ്രവിശ്യകളെന്നും. ഓക്കെ, എന്നുവെച്ചാൽ ഗവർണർ തലവനായിട്ടുള്ള പ്രവിശ്യകൾ. ഓക്കെ, അപ്പൊ ഈ പ്രവിശ്യകൾ പൊതുവെ, ബ്രിട്ടീഷ് പ്രൊവിൻസ് പൊതുവെ ഡയറക്റ്റ് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു. നാട്ടുരാജ്യം അങ്ങനെ ആയിരുന്നില്ല. ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചിരുന്നു, പക്ഷെ ഭരണം നടത്തിയിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. ഓക്കെ, അപ്പം ബ്രിട്ടീഷ് പ്രവിശ്യകളെ 2ആയി തിരിച്ചിരുന്നു, ഗവർണേഴ്സ് പ്രൊവിൻസ് എന്നും ചീഫ് കമ്മീഷണർ പ്രൊവിൻസ് എന്നും. ഓക്കെ, ഇനി ഗവർണേഴ്സ് പ്രൊവിൻസിന്റെ ആ സമയത്ത് ഏകദേശം എണ്ണം 11ആണ്. ഓക്കെ, ചീഫ് കമ്മീഷണറുടെ ഏകദേശം എണ്ണം 4ആണ്. കാര്യം, നമ്മുടെ ഇന്ത്യയുടെ ഭരണ നിർമ്മാണ സഭയെ റെപ്രസെന്റ് ചെയ്ത് 11 ഗവർണേഴ്സ് പ്രൊവിൻസിലെ അംഗങ്ങളും 4 ചീഫ് കമ്മീഷണർ പ്രൊവിൻസിലെ അംഗങ്ങളുമായിരുന്നു. ഇനി ഈ ഗവർണേഴ്സ് പ്രൊവിൻസ് എക്സാമ്പിളാണ് ബോംബെ, മദ്രാസ്, യുണൈറ്റഡ് പ്രൊവിൻസ് ഒക്കെ എക്സാമ്പിളാണ്. ഇനി ചീഫ് കമ്മീഷണർ പ്രൊവിൻസ് 4 ആ 4 പഠിച്ചു വെക്കുക. 1 ഡൽഹിയാണ്, 2 അജ്മീർ മേർവേര, ഓക്കെ, 3 കൂർഗ്, 4 ബലൂചിസ്ഥാൻ. ഓക്കെ, ഇതായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ 4 ചീഫ് കമ്മീഷണർ പ്രൊവിൻസുകൾ. അതിലെ ഈ ബലൂചിസ്ഥാൻ ഒഴികെ ബാക്കി എല്ലാ ചീഫ് കമ്മീഷണർ പ്രൊവിൻസും നിലവിൽ ഇന്ത്യയിലുണ്ട്. ഓക്കെ, ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായി. അതിനുശേഷം പിന്നെയുള്ള നമ്മുടെ 11 ഗവർണേഴ്സ് പ്രൊവിൻസ് ആണ്. അതിൽ കുറെ ഗവർണേഴ്സ് പ്രൊവിൻസ് പാകിസ്ഥാന്റെ ഭാഗമായി, കുറെയൊക്കെ ഇന്ത്യയുടെ ഭാഗമായി. ഇപ്പൊ സിന്ധ് ഒരു പ്രവിശ്യയായിരുന്നു, സിന്ധ്. അതൊക്കെ അതുപോലെ പഞ്ചാബിന്റെ പകുതി പാകിസ്ഥാൻ ലഭിച്ചു, ബംഗാളിന്റെ പകുതി പാകിസ്ഥാൻ ലഭിച്ചു, കുറെയൊക്കെ ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് ലഭിച്ചു. അങ്ങനെ ഇതായിരുന്നു പ്രവിശ്യകളുടെ അവസ്ഥ. അങ്ങനെ ഈ പ്രവിശ്യകൾ എന്ന പേരിൽ കുറെ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് നാട്ടുരാജ്യങ്ങളുടെ ഏകദേശം എണ്ണം
PSC ഉത്തരപ്രകാരം 565ആണ്. എന്നാൽ 600-ൽ പരം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ. എന്നാൽ PSC ആൻസർ കൊടുത്ത് ആകെ നാട്ടുരാജ്യങ്ങൾ 565. ഈ 565 നാട്ടുരാജ്യങ്ങൾ കുറേയൊക്കെ പാകിസ്ഥാന്റെ ഭാഗമായി, കുറേയൊക്കെ ഇന്ത്യയുടെ ഭാഗമായി. കുറെ നാട്ടുരാജ്യം സ്വതന്ത്രമായി നിൽക്കാൻ ശ്രമിച്ചു. അതൊക്കെ പിന്നീട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിലൂടെ ഇന്ത്യയുടെ ഭാഗമാക്കി. ഇന്ത്യ ലയിക്കാതിരുന്ന പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. കാശ്മീർ ലയന കരാറിലൂടെയും ജുനഗഡ് ജനഹിത പരിശോധനയിലൂടെയും ഹൈദരാബാദ് ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെയും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. ഓക്കെ, അങ്ങനെ ഈ ബ്രിട്ടീഷ് ഇതിലുണ്ടായിരുന്ന 2 ഭരണപരമായ പ്രദേശമാണ് ബ്രിട്ടീഷ് പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും. അപ്പൊ ഇതൊക്കെയാണ് ഭാവിയിൽ ഇന്ന് കാണുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളായി പരിണമിച്ചത്. അപ്പൊ അതിന് പിന്നിലൊരു ഒരു ചരിത്രമുണ്ട്, ആ ഒരു പ്രൊസീജിയറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമ്മുടെ മെയിൻ ടോപ്പിക്കായിട്ടുള്ള സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടന. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചില കമ്മിറ്റികളൊക്കെ ഉണ്ടായിരുന്നു. ആ കമ്മിറ്റികളൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 കമ്മീഷൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഒന്ന് SK ധാർ കമ്മീഷൻ, 2 JVP കമ്മിറ്റി, 3 ഫസൽ അലി കമ്മീഷൻ. അപ്പൊ നമുക്കിനി ഓരോ കമ്മിറ്റിയിൽ എടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. SK ധാർ, ഫസൽ അലി, JVP. ഓക്കെ, അപ്പൊ 3ഉം ഭാഷാ പ്രവിശ്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഇവരുടെയൊക്കെ റോളെന്ന് ഓരോ കമ്മീഷൻ എടുത്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ മനസ്സിലാക്കാം. സംസ്ഥാന പുനഃസംഘടന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട 3 കമ്മീഷൻസ് ആണ്. അതിൽ ആദ്യത്തെ കമ്മീഷനാണ് SK ധാർ കമ്മീഷൻ. SK ധാർ എന്ന് പറയാം, SK ധാർ കമ്മീഷൻ. അപ്പൊ SK ധാർ കമ്മീഷന്റെ പ്രത്യേകത പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ, ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ. അപ്പൊ എന്താണ് ഈ കമ്മീഷന്റെ പർപ്പസ് എന്ന് വെച്ചാൽ, നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യയിലുണ്ടായിരുന്ന പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഭാവിയിലെ സംസ്ഥാനങ്ങളാക്കണം. ഓക്കെ, അപ്പൊ ഈ സംസ്ഥാനങ്ങൾ ആക്കണം, അത് എങ്ങനെ ആയിരിക്കണം, അതിന്റെ അടിസ്ഥാനം അതിനെപ്പറ്റി പഠിക്കാനാണ്. അപ്പം ഒരു സംസ്ഥാനം രൂപീകരിക്കാനുള്ള മാനദണ്ഡം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ ഭാഷയാണ്, ഭാഷാടിസ്ഥാനത്തിലാണ് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഭാഷ മാത്രമല്ല ഒരു സംസ്ഥാനം രൂപീകരിക്കാനുള്ള ഘടകം. ഒരുപാട് ഘടകങ്ങളുണ്ട്. ഡെവലപ്മെന്റ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഘടകങ്ങളാണ്. എന്നാൽ ആ സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നായിരുന്നു. ആവശ്യമായിരുന്നു. അപ്പൊ ഈ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ പഠിക്കണമല്ലോ. അപ്പൊ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഭാഷാ പ്രവിശ്യ കമ്മീഷൻ നിയമിക്കുന്നത്. അപ്പൊ ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭാഷാടിസ്ഥാനത്തെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണോ വേണ്ടയോ എന്ന് പഠിക്കുക, റിപ്പോർട്ട് സമർപ്പിക്കുക. ഓക്കെ, ഇനി ആ കമ്മീഷന്റെ അഭിപ്രായം കൂടെ പറയുക. അവരുടെ ഒരു മാനദണ്ഡം കാണുമല്ലോ. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലാകത്തെ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ചോദിക്കുമ്പോൾ SK ധാർ എന്നാണ് ഉത്തരം, ഫസൽ അലി അല്ല. പലരുടെ ഉത്തരം ഫസൽ അലിയാണ് കൊടുക്കാറുള്ളത്, അല്ല. അതിന്റെ ശരിയായ ഉത്തരം SK ധാർ കമ്മീഷൻ ആണ്. ഓക്കെ, ഇനി SK ധാർ കമ്മീഷൻ പ്രത്യേകം പറഞ്ഞാൽ SK ധാർ കമ്മീഷൻ അതിന്റെ യഥാർത്ഥ പേര് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ, ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ആണ്. ഓക്കെ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കുറെ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. മേജർ കമ്മിറ്റികളും മൈനർ കമ്മിറ്റികളും. മേജർ കമ്മിറ്റികളുടെ എണ്ണം കൃത്യമായിട്ടുണ്ട്, 8 ആണ്. മൈനർ കമ്മിറ്റിയുടെ എണ്ണം 13. പല ഉത്തരങ്ങൾ പറയാറുണ്ട്. അപ്പം ഭരണ നിർമ്മാണ സഭയിലെ മേജർ കമ്മിറ്റികളിൽ 8 എണ്ണം, മൈനർ കമ്മിറ്റികൾ കൃത്യമായ എണ്ണമില്ല. ഭരണ നിർമ്മാണ സഭയിലെ മൈനർ കമ്മിറ്റികൾ ഒരു കമ്മിറ്റിയായിരുന്നു SK ധാർ. ഭരണ നിർമ്മാണ സഭയിൽ അംഗമാകാതെയും ഭരണ നിർമ്മാണ സഭയിലെ പല കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ പല ആൾക്കാരായിട്ടുണ്ട്. SK ധാർ അതുപോലെ തന്നെ ഭരണ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നില്ല. പക്ഷേ ഭരണ നിർമ്മാണ സഭയിലെ മൈനർ കമ്മിറ്റികൾ ഒന്നായ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ അല്ലെങ്കിൽ ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു. ഓക്കെ, ഇനി SK ധാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഫാക്ടുകൾ. ഒന്ന്, SK ധാർ കമ്മീഷൻ പ്രത്യേകത സ്വതന്ത്ര ഇന്ത്യയിലാദ്യത്തെ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അടുത്ത പഠിക്കേണ്ട SK ധാർ കമ്മീഷൻ നിയമിച്ചതെന്ന്. അറിയാം, SK ധാർ കമ്മീഷനെ നിയമിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലാണല്ലോ. അപ്പൊ 48 ജൂൺ. അപ്പൊ ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായ ഡേറ്റ് ഒന്നും പഠിച്ചിട്ടും കുഴപ്പമില്ല. 48 ജൂൺ 17 ആണ്. എന്നാലും വർഷവും മാസവും പഠിച്ചു നോക്കുക. 48 ജൂൺ. ഓക്കെ, ഇനി ഭരണ നിർമ്മാണ സഭയിലെ ഒരു മൈനർ കമ്മിറ്റി ആയിരുന്നല്ലോ SK ധാർ. അപ്പം SK ധാർ കമ്മീഷൻ നിയമിച്ചായിരുന്നു വെച്ചാൽ ശരിയായ ഉത്തരം ഭരണ നിർമ്മാണ സഭയാണ്. എന്നാൽ ചിലപ്പോൾ PSC അതിന്റെ ഉത്തരം കേന്ദ്ര സർക്കാരും കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ SK ധാർ കമ്മീഷൻ നിയമിച്ചത് ആരാണെന്ന് വെച്ചാൽ 2 ഉത്തരം പ്രതീക്ഷിക്കാം. ഭരണ നിർമ്മാണ സഭ അഥവാ കേന്ദ്ര സർക്കാർ. എന്ന് നിയമിച്ചു? 48 ജൂൺ. ഓക്കെ, ഇനി ഭരണ നിർമ്മാണ സഭയിലെ മൈനർ കമ്മിറ്റിയിൽ ഒന്നായത് SK ധാർ കമ്മീഷന്റെ ഈ SK ധാർ കമ്മീഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ SK ധാർ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 3. ഓക്കെ,
അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ പ്രവിശ്യ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഈ 3 പേരെ ഒന്ന് പഠിച്ചു നോക്കണം. ഈ 3 അംഗ സമിതിയുടെ അധ്യക്ഷൻ ചെയർമാൻ ആയിരുന്നു ആര്? എസ് കേദാർ. അപ്പൊ ചെയർമാൻ ആയിരുന്നു എസ് കേദാർ. അപ്പൊ എസ് കേദാറിനെ കൂടാതെ 2 പേരുണ്ട്, അങ്ങനെയല്ലേ 3 പേരാകെ. അതിലെ ഒരംഗമാണ് JN ലാൽ. JN ലാൽ. അടുത്തത് പന്നാലാൽ. പന്നാലാൽ. ഓക്കെ, അപ്പൊ മറക്കല്ലേ, എസ് കേദാർ കമ്മീഷനിൽ 3 പേരാണ്. 3 പേരിൽ ഒരാള് എസ് കേദാർ ആണ്, നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്, അതിന്റെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ കമ്മീഷൻ അറിയപ്പെടുന്നത്. അടുത്ത ആള് JN ലാൽ, ജഗത് നരേൻ ലാൽ. അടുത്ത് പന്നാലാൽ. പന്നാലാൽ. ഓക്കെ, മറക്കരുത്. ഇനി ഈ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ പറഞ്ഞല്ലോ. അവരുടെ പർപ്പസ് എന്താണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണോ വേണ്ടയോ എന്ന് പഠിക്കുക, റിപ്പോർട്ട് സമർപ്പിക്കുക. അങ്ങനെ എസ് കേദാർ കമ്മീഷൻ നിയമിക്കപ്പെട്ടു 48 ജൂണിൽ. ഇനി ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പം ഈ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു 3 കമ്മീഷൻ പഠിക്കാറുണ്ട്. എസ് കേദാർ കമ്മീഷൻ, JVP കമ്മീഷൻ, അതുപോലെ ഫസൽ കമ്മീഷൻ. ഈ 3 കമ്മീഷൻ പഠിക്കുമ്പോഴും ഫോക്കസിന് പ്രധാനപ്പെട്ട 2 ഡേറ്റുകളാണ്. ഓരോ കമ്മീഷൻ എന്ന് നിയമിക്കപ്പെട്ടു, ഓരോ കമ്മീഷൻ എന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു, പഠിക്കണം. ഓക്കെ, അങ്ങനെ എസ് കേദാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച ഡേറ്റ് ആണ് 48 ഡിസംബർ. മറക്കരുത്, 48 ജൂണിൽ നിയമിക്കപ്പെട്ടു, 48 ഡിസംബർ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. അപ്പൊ എസ് കേദാർ കമ്മീഷൻ നിയമിച്ചത് 48 ജൂൺ, റിപ്പോർട്ട് സമർപ്പിച്ചത് 48 ഡിസംബർ. ഓക്കെ, ഇനി ഇവർ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ പറ്റിയുള്ള 2 കാര്യങ്ങൾ അറിയണം. അപ്പൊ ഈ റിപ്പോർട്ട് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തെ അനുകൂലിച്ചോ ഇല്ലയോ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ എസ് കേദാർ കമ്മീഷൻ റിപ്പോർട്ട് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിന് അനുകൂലമായിരുന്നില്ല. ഓക്കെ, നമുക്കറിയാം ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യൻസ് ആണ്. നോർത്ത് ഇന്ത്യൻസ് പൊതുവെ ഹിന്ദിയാണ് സംസാരിക്കാറുള്ളത്. സൗത്ത് ഇന്ത്യയിലാണ് വ്യത്യസ്തമായ ഭാഷകളുള്ളത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ തുടങ്ങിയ വ്യത്യസ്തമായ ഭാഷകൾ. നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1920 നാഗ്പൂർ സമ്മേളനത്തിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിനെ അനുകൂലിക്കുകയും ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഇന്ത്യക്കാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് വേണ്ടേ. 20 നാഗ്പൂർ സമ്മേളനത്തിൽ INC ആവശ്യം അംഗീകരിച്ചായിരുന്നു. ഓക്കെ, 20 നാഗ്പൂർ സമ്മേളന അധ്യക്ഷൻ C വിജയരാഘവാചാര്യരായിരുന്നു. 22 സമ്മേളനമുണ്ട്. സ്പെഷ്യൽ സമ്മേളനം കൽക്കട്ട വെച്ചായിരുന്നു, അത് ലാലാ ലജപത് റായിയാണ് അധ്യക്ഷൻ. എന്നാൽ 20 ഒഫീഷ്യൽ സമ്മേളനത്തിന് അധ്യക്ഷൻ C വിജയരാഘവാചാര്യരായിരുന്നു. ലയൺ ഓഫ് സൗത്ത് ഇന്ത്യ അറിയപ്പെടുന്ന C വിജയരാഘവാചാര്യർ. ഓക്കെ, തിരിച്ചു വരാം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സൗത്ത് ഇന്ത്യൻസ് ആണ്. അപ്പം അവർക്കാണ് എസ് കേദാർ കമ്മീഷൻ റിപ്പോർട്ട് ഒരു വെല്ലുവിളിയായത്, അല്ലെങ്കിൽ അവർക്കൊരു നെഗറ്റീവായി മാറിയത്. അപ്പോൾ അങ്ങനെ ഭാഷാവാദികൾക്ക് ഒരു അടിയായിരുന്നു എസ് കേദാർ കമ്മീഷൻ റിപ്പോർട്ട്. മീൻസ് എസ് കേദാർ കമ്മീഷൻ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തെ അനുകൂലിച്ചില്ല. ഇനി അദ്ദേഹം പറഞ്ഞത് എസ് കേദാർ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിരുന്നത് സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ട മാനദണ്ഡം അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ഭരണപരമായ സൗകര്യം, ഭരണപരമായ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നാണ് എസ് കേദാർ കമ്മീഷൻ അഭിപ്രായപ്പെട്ടത്. അങ്ങനെ എസ് കേദാർ കമ്മീഷന്റെ റിപ്പോർട്ട് ഭാഷാവാദികൾക്ക് അനുകൂലമായിരുന്നില്ല, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തെ അനുകൂലിച്ചില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എസ് കേദാർ കമ്മീഷൻ ആയിരുന്നു. എസ് കേദാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷവും അപ്പോയിന്റ് ചെയ്യപ്പെട്ട വർഷവും റിപ്പോർട്ടിന്റെ മാനദണ്ഡമൊക്കെ പറഞ്ഞു. റിപ്പോർട്ടിന്റെ മാനദണ്ഡം മറക്കണ്ട. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ഭരണപരമായ സൗകര്യം. സംസ്ഥാനം രൂപീകരിക്കേണ്ടത് സർക്കാരിന്റെ ഭരണപരമായ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ട കമ്മിറ്റിയാണ് എസ് കേദാർ കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തെ കമ്മീഷൻ അനുകൂലിച്ചില്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് എസ് കേദാർ കമ്മീഷൻ. എസ് കേദാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം പിന്നീട് അടുത്തായി വന്ന 2ാമത്തെ ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് JVP കമ്മിറ്റി. ഓക്കെ, ഇപ്പൊ JVP കമ്മിറ്റി 3 വ്യക്തികളുടെ പേരിൽ അറിയപ്പെടുന്നത്. J ഫോർ ജവഹർലാൽ നെഹ്റു, V ഫോർ വല്ലഭായ് പട്ടേൽ, P ഫോർ പട്ടാഭി സിദ്ധരാമയ്യ. JVP കമ്മിറ്റി. ശ്രദ്ധിക്കുക, എസ് കേദാർ കമ്മീഷൻ നിയമിച്ചത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഭരണ നിർമ്മാണ സഭയാണ് ഞാൻ പറഞ്ഞു. JVP കമ്മിറ്റി നിയമിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, INC ആണ്. അപ്പൊ INC നിയമിക്കപ്പെട്ട ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് JVP കമ്മിറ്റി. ശ്രദ്ധിക്കുക, അപ്പൊ INCയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ INCയിലെ 2 പ്രധാനപ്പെട്ട സമ്മേളനം ഓർത്തു വെക്കണം. INCയുടെ 20 നാഗ്പൂർ സമ്മേളനവും
48 ജയ്പൂർ സമ്മേളനം. അപ്പൊ INC-യുടെ രണ്ട് പ്രധാനപ്പെട്ട ഔദ്യോഗിക സമ്മേളനം, വാർഷിക ഔദ്യോഗിക സമ്മേളനമാണ് 20 നാഗ്പൂർ സമ്മേളനം, 48 ജയ്പൂർ സമ്മേളനം. 20 നാഗ്പൂർ സമ്മേളനത്തിലും 48 ജയ്പൂർ സമ്മേളനത്തിലും ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണവുമായി ബന്ധമുണ്ട്. 20 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തെ INC അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആവശ്യം അംഗീകരിച്ചത്. അപ്പൊ 20 നാഗ്പൂർ സമ്മേളന അധ്യക്ഷൻ നമ്മൾ പറഞ്ഞാണ് C. വിജയരാഘവാചാര്യർ. 48 ജയ്പൂർ സമ്മേളനം പ്രത്യേകത പറഞ്ഞാൽ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷമുള്ള ആദ്യത്തെ INC സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യ. ശ്രദ്ധിക്കുക, ഇപ്പൊ JVP കമ്മിറ്റി രണ്ടാമത്തെ ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ നിയമിച്ചത് INC ആണ്. നിയമിച്ച ഡേറ്റ് 48 ഡിസംബർ. നമ്മുടെ എസ്കെദാർ കമ്മീഷൻ 48 ജൂണിൽ അപ്പോയിന്റ് ചെയ്തു, 48 ഡിസംബർ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ JVP കമ്മിറ്റിയില് 3 പേരാണ്. എസ്കെദാർ കമ്മീഷൻ ഉള്ള പോലെ ഇവിടെ 3 പേരാണ്: ജവഹർലാൽ നെഹ്റു, വല്ലഭായി പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. എന്നാൽ ഇവിടെ ഈ കമ്മീഷനിൽ പ്രത്യേകിച്ച് അധ്യക്ഷന്മാരില്ല, കമ്മിറ്റിയിൽ പ്രത്യേകിച്ച് അധ്യക്ഷന്മാരില്ല. എസ്കെദാർ കമ്മീഷൻ അധ്യക്ഷനാണ് എസ്കെദാർ, അതുകൊണ്ടാണ് ആ പേര് അറിയപ്പെടുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, ഈ JVP കമ്മിറ്റി നിയമിച്ച INC സമ്മേളനം ഉണ്ടല്ലോ. അപ്പൊ ഏത് INC സമ്മേളനത്തിൽ വെച്ചാണ് JVP കമ്മിറ്റി നിയമിക്കപ്പെട്ടതെന്ന് വെച്ചാൽ 48 ജയ്പൂർ സമ്മേളനം. അപ്പൊ ഇവരും ഭാഷാടിസ്ഥാനത്തുള്ള സംസ്ഥാന രൂപീകരണത്തെ കുറിച്ച് പഠിക്കുന്നു. ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചത് 49 ഏപ്രിൽ. മാർക്കെടുത്ത് നിയമിക്കപ്പെട്ടത് 48 ഡിസംബറിലാണ്, ആ വർഷം അവസാനമാണ്. പക്ഷെ റിപ്പോർട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്. റിപ്പോർട്ട് 49 ഏപ്രിൽ. ഓക്കെ, നമ്മുടെ എസ്കെദാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞായിരുന്നു. എസ്കെദാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് ആ റിപ്പോർട്ട് ഭാഷാടിസ്ഥാനത്തുള്ള സംസ്ഥാന രൂപീകരണത്തെ അനുകൂലിച്ചില്ല. അവർ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ പറഞ്ഞ അടിസ്ഥാനം അല്ലെങ്കിൽ മാനദണ്ഡം അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അഥവാ ഭരണപരമായ സൗകര്യം എന്നതായിരുന്നു. അതുപോലെ നമ്മുടെ JVP കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടും ഭാഷാടിസ്ഥാനത്തുള്ള സംസ്ഥാന രൂപീകരണത്തെ അനുകൂലിച്ചില്ല. അപ്പം JVP കമ്മിറ്റി റിപ്പോർട്ടും ഭാഷാവാദികൾ ആയ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിന് ഒരു അടിയായി മാറി. അങ്ങനെ JVP കമ്മിറ്റി പറഞ്ഞ മാനദണ്ഡം, അവര് സംസ്ഥാന രൂപീകരിക്കാൻ പറഞ്ഞ മാനദണ്ഡം ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി, വികസനവും സുരക്ഷിതത്വവും. വികസനത്തിന്റെയും സുരക്ഷിതത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടതെന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. അപ്പൊ നമ്മൾ എസ്കെദാർ കമ്മീഷൻ പഠിച്ചു, JVP കമ്മിറ്റി പഠിച്ചു. അപ്പൊ ഇന്ത്യയിലെ ഭരണപരമായി 3 അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകൾ: സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ആർജിത പ്രദേശങ്ങൾ. അതിന്റെ അർത്ഥമാക്കുന്നത് പലപ്പോഴായിട്ട് ഇന്ത്യ അക്വയർ ചെയ്യുന്ന പ്രദേശങ്ങൾ. ഓക്കെ, അപ്പൊ അതിലെ സംസ്ഥാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ. അപ്പൊ ഈ സംസ്ഥാനങ്ങൾ എന്ന ആ ഒരു അടിസ്ഥാനം, സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള അടിസ്ഥാനം ഭാഷ മാത്രമല്ല, തുടക്കത്തിൽ ഭാഷയായിരുന്നു ഏറ്റവും വലിയ മാനദണ്ഡം. അങ്ങനെ ഭാഷാടിസ്ഥാനത്തെ സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ടതാണ് പ്രധാനപ്പെട്ട 3 കമ്മീഷനുകൾ. അതിലൊന്ന് എസ്കെദാർ, JVP. എസ്കെദാറും JVP ആണ് പഠിച്ചത്. ഇതിനുശേഷം ഫസലി കമ്മീഷൻ പഠിക്കാനുണ്ട്. ശ്രദ്ധിക്കുക, എസ്കെദാർ കമ്മീഷൻ 48 ജൂണിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു, 40 ഡിസംബറിൽ റിപ്പോർട്ട്. JVP 48 ഡിസംബർ നിയമിക്കപ്പെട്ടു, 49 ഏപ്രിൽ റിപ്പോർട്ട്. 49 ഏപ്രിലായി. ഓക്കെ, റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷെ ഭാഷാടിസ്ഥാനത്തുള്ള സംസ്ഥാന രൂപീകരണത്തെ അനുകൂലിച്ചില്ല. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 50 ജനുവരി 26 അന്ന് ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം, അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യയിൽ സംസ്ഥാനം ഉണ്ടായിരിക്കണം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ അതായത് ഭാരതം എന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. അപ്പൊ ആർട്ടിക്കിൾ 1 പറയുന്ന ആ വാചകം, അപ്പൊ ആ വാചകപ്രകാരം നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടന വരുന്ന സമയത്തും ഇന്ത്യയിൽ സംസ്ഥാനം ഉണ്ടായിരിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളൊന്നായ സംസ്ഥാനം ഉണ്ടായിരിക്കണം. അപ്പൊ ആ സംസ്ഥാനം രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് അതിനുശേഷം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇന്ത്യയുടെ ഭരണം തയ്യാറായിക്കൊണ്ട സമയത്ത് മറുഭാഗത്ത് ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തയ്യാറെടുപ്പുള്ള ഭാഗമായിട്ടാണ് 2 പ്രധാനപ്പെട്ട കമ്മീഷൻ നിയമിക്കപ്പെട്ടത്. ആ 2 കമ്മീഷനുകളും ഭാഷയെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള അടിസ്ഥാനമായി കണ്ടില്ല. അപ്പൊ ആ സമയത്ത് 49 ഏപ്രിൽ റിപ്പോർട്ട് വന്നു. അതിനുശേഷം നമുക്കറിയാം 50 ജനുവരി 26 ഇന്ത്യ ഭരണ വരുവാണല്ലോ. അപ്പൊ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനം വേണം. അങ്ങനെ സർക്കാർ സംസ്ഥാനം രൂപീകരിക്കാൻ ബാധ്യസ്ഥരായി.
അങ്ങനെ സർക്കാർ സംസ്ഥാനം രൂപീകരിച്ചു. അങ്ങനെ 50 ജനുവരി 26-ന് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളാണ് നിലവിൽ വന്നത്. 28. ഓക്കെ, ഇന്ന് 28 സംസ്ഥാനമാണ്, ഒരു കൺഫ്യൂഷൻ വരുന്നത്. 28 സംസ്ഥാനങ്ങൾ വന്നത് പ്രത്യേക ഒരു അറേഞ്ച്മെന്റ് ആണ്. ആ അറേഞ്ച്മെന്റ് അറിയപ്പെടുന്നത് ഫോർ ഫോൾഡ് ക്ലാസിഫിക്കേഷൻ. ഫോർ ഫോൾഡ് ക്ലാസിഫിക്കേഷൻ. ആ ഫോർ ഫോൾഡ് ക്ലാസിഫിക്കേഷൻ ആണ് എ, ബി, സി, ഡി. പാർട്ട് എ സംസ്ഥാനങ്ങൾ, പാർട്ട് ബി സംസ്ഥാനങ്ങൾ, പാർട്ട് സി സംസ്ഥാനങ്ങൾ, പാർട്ട് ഡിയിലെ ഭൂപ്രദേശങ്ങൾ. എയിലും ബിയിലും സിയിലും പാർട്ട് എ സംസ്ഥാനങ്ങൾ, പാർട്ട് ബി, പാർട്ട് സി, പിന്നെ പാർട്ട് ഡി ആണ്. എയിലും ബിയിലും സിയിലും സംസ്ഥാനങ്ങളാണ്. ഓക്കെ, പാർട്ട് എയിൽ 9 സംസ്ഥാനങ്ങൾ, പാർട്ട് ബിയിൽ 9 സംസ്ഥാനങ്ങൾ, പാർട്ട് സിയിൽ 10 സംസ്ഥാനങ്ങൾ, പാർട്ട് ഡിയിൽ ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന 50 ജനുവരി 26-ന് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ വന്നു. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സിയിലായിട്ട് 28 സംസ്ഥാനങ്ങൾ, പാർട്ട് ഡിയിൽ ആൻഡമാൻ നിക്കോബാർ. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്നത് ഫോർ ഫോൾഡ് ക്ലാസിഫിക്കേഷൻ ആണ്. അങ്ങനെ ഈ സിസ്റ്റം, ഈ ഒരു അറേഞ്ച്മെന്റ് രീതിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒഫീഷ്യലി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങളായി വന്നത്. അപ്പോൾ 50 ജനുവരി 26 വന്ന ഈ സംസ്ഥാനങ്ങളൊന്നും തന്നെ ഭാഷാടിസ്ഥാനത്തിലായിരുന്നില്ല. നമുക്കറിയാം, ഭാഷയായിരുന്നു ഏറ്റവും കൂടുതൽ ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ഈ 2 കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അത് ഭാഷ അനുകൂലിച്ചില്ല. എന്നിട്ട് സർക്കാർ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ 2 റിപ്പോർട്ടുകളും പരിഗണിച്ചു, അല്ലാതുള്ള ചില കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു അറേഞ്ച്മെന്റ് തയ്യാറായി. നമുക്കറിയാം, ഇത് ഈ സിസ്റ്റമായിട്ട് മുന്നോട്ട് പോകാൻ പാടാണ്. പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ പല സംസ്ഥാനങ്ങളുണ്ട്. എന്താ പറഞ്ഞാൽ, പാർട്ട് എ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട ഒരു എക്സാമ്പിളാണ്. പാർട്ട് എയിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഴയ ഗവർണറുടെ പ്രവിശ്യകളായിരുന്നു. ഗവർണറുടെ പ്രവിശ്യകൾ. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഴയ ഗവർണറുടെ പ്രവിശ്യകൾ പാർട്ട് എയിലെ 9 സംസ്ഥാനങ്ങളായി പരിണമിച്ചു. ഈ പാർട്ട് ബിയിലെ 9 സംസ്ഥാനങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ, ഓക്കെ, നിയമനിർമ്മാണ സഭയോട് കൂടിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. എല്ലാ നാട്ടുരാജ്യങ്ങളല്ല, നിയമനിർമ്മാണ സഭ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളാണ് പാർട്ട് ബിയിലെ 9 സംസ്ഥാനങ്ങളായി പരിണമിച്ചത്. ഈ പാർട്ട് സിയിലെ 10 സംസ്ഥാനം പറഞ്ഞാൽ ചീഫ് കമ്മീഷണർ പ്രവിശ്യകളും, പഴയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ചീഫ് കമ്മീഷണർ പ്രവിശ്യകളും ചില അതർ പ്രിൻസിലി സ്റ്റേറ്റ് നാട്ടുരാജ്യങ്ങളും. അതാണ് പാർട്ട് സിയിലെ 10 സംസ്ഥാനങ്ങളെ പരിണമിച്ചത്. അപ്പോൾ ഇതായിരുന്നു പാർട്ട് എയിലെയും ബിയിലെയും സിയിലെയും സംസ്ഥാനങ്ങളുടെ അവസ്ഥ. അതിന്റെ പാർട്ട് ഡി എന്ന് പറഞ്ഞാൽ സംസ്ഥാനമല്ല, ആൻഡമാൻ നിക്കോബാർ ആണ്. അപ്പം പാർട്ട് എയിലെ 9 സംസ്ഥാനങ്ങൾ പഴയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ പ്രവിശ്യകൾ, പാർട്ട് സിയിലെ 9 സംസ്ഥാനങ്ങൾ നാട്ടുരാജ്യങ്ങളായിരുന്നു. പക്ഷേ അവർക്ക് നിയമനിർമ്മാണ സഭയോട് കൂടിയ നാട്ടുരാജ്യങ്ങളാണ് പാർട്ട് ബിയിലെ 9 സംസ്ഥാനങ്ങളായി പരിണമിച്ചത്. പാർട്ട് സിയിലാണെങ്കിൽ പഴയ ചീഫ് കമ്മീഷണർ പ്രവിശ്യകളും ചില നാട്ടുരാജ്യങ്ങളുമാണ് പാർട്ട് സിയിലെ 10 സംസ്ഥാനങ്ങളായി പരിണമിച്ചത്. അങ്ങനെ ഈ ഫോർ ഫോൾഡ് ക്ലാസിഫിക്കേഷൻ അന്ന് നിലവിൽ വന്നു. ഇത് ചില മാറ്റങ്ങൾ പിന്നീട് ഉണ്ടായി. കാര്യം ഇതിൽ ഉൾപ്പെട്ട ഒരു സ്റ്റേറ്റ് ആയിരുന്നു, പാർട്ട് എയിൽ ഉൾപ്പെട്ട ഒരു സ്റ്റേറ്റ് ആയിരുന്നു മദ്രാസ്. മദ്രാസിനകത്ത് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി നമുക്കറിയാം നമ്മുടെ ആന്ധ്ര രൂപീകരിക്കപ്പെട്ടു. അപ്പം അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം നിലവന്നു. അങ്ങനെ ബാക്കിയുള്ള ഭാഷ സംസാരിക്കുന്ന ആൾക്കാരും ഭാഷാ സംസ്ഥാനം ആവശ്യം ഉന്നയിച്ചു. പിന്നീട് പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ചു, അതാണ് ഫസൽ അലി കമ്മീഷൻ. ഫസൽ അലി കമ്മീഷനുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളും നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഉള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൂടെ ഇത് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.